നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയും മമതയും വാത്സല്യവും വിദ്വേഷവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. BJP ജയിക്കാത്ത 50 വാർഡുണ്ടല്ലോ. മാറാത്തത് മാറുമെന്ന് പറയുമ്പോൾ മാറാത്തത് മാറ്റി ഇനിയും മാറാത്ത പ്രശ്നങ്ങൾ മാലിന്യങ്ങൾ മാറ്റും, തെരുവുനായ്ക്കളെ മാറ്റും. അതായത് BJP ജയിക്കാത്ത 50 വാർഡുകളെ കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമല്ലേ ഇപ്പോൾ സ്വതന്ത്ര രീതിയിൽ അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയില്ല. ചേർത്ത് പിടിച്ചാൽ മാത്രമല്ലേ തിരുവനന്തപുരം വികസിച്ചു നമുക്ക് പറയാൻ സാധിക്കൂ. മുഖാമുഖത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊപ്പം അതിഥിയായിട്ടുള്ളത് തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ BJP നേതാവ് VV രാജേഷാണ്. സ്വാഗതം. നമസ്കാരം. ഒരു ചരിത്ര നിയോഗത്തിനാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യമായി ഒരു BJP മേയർ വരുന്നു, തിരുവനന്തപുരത്തല്ല കേരളത്തിൽ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും, ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടാകും. എങ്ങനെയാണ് പദവിയെ നോക്കിക്കാണുന്നത്? ഒപ്പം ജനങ്ങൾക്ക് മുമ്പാകെ അതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും? നല്ല വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു പദവി എന്നുള്ളതിലുപരി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചുമതല ജനങ്ങളും എൻ്റെ പാർട്ടിയും ചേർന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു ആത്മവിശ്വാസമുള്ള കാര്യം, ഇതൊരു ടീം വർക്കാണ്. ഈ ഒരു ടീമിൽ ഇപ്പം ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, 101 കൗൺസിലർമാരുണ്ട്, നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവരൊക്കെ തന്നെ പരമാവധി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാനേജറുടെ നന്നായിട്ട് ഇവരൊക്കെ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ഞങ്ങളുടെയും ജനങ്ങളുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നേറ്റം ഉണ്ടാകും. 5 വർഷം പൂജപ്പുരയിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു. തലസ്ഥാനത്തെ ഒരുമാതിരിപ്പെട്ട സമരങ്ങളുടെ എല്ലാം തന്നെ മുന്നണി പോരാളിയായി അങ്ങ് മുന്നിലുണ്ടായിരുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർമാരുടെയും ക്യാമറമാന്മാരുടെയും ഒരു നിത്യ കാഴ്ചക്കാരൻ കൂടിയാണ്. കാഴ്ചക്കാരൻ എന്നതിലുപരി മികച്ച രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അപ്പോൾ പ്രതിപക്ഷം ശക്തമാണ്. അപ്പോൾ ഈ പ്രതിപക്ഷത്തെ BJP നേരത്തെ പ്രതിപക്ഷമായിരുന്നു, ഇപ്പം ഭരണപക്ഷത്തിലേക്ക് വരുന്നു. പ്രതിപക്ഷത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. അല്ല, പ്രതിപക്ഷം ശക്തമാകുന്നത് എപ്പോഴും ജനാധിപത്യത്തിന് നല്ലതാണ്. എന്തിനാ പ്രതിപക്ഷം ശക്തമാകുന്നത് നമ്മൾ ആശങ്കയോടെ കാണുന്നത്? ഞാൻ ചോദിക്കട്ടെ, നിർജ്ജീവമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോള് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ. ഭരണം തന്നെ ഏകപക്ഷീയമായി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഭരണാധികാരികൾ അഹങ്കരിക്കും. അത്രത്തോളം കൺട്രോൾ ഇല്ലാത്തവരാണെന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ശക്തമായ പ്രതിപക്ഷം എന്ന് പറയുമ്പോഴേക്കും പ്രതിപക്ഷത്ത് കരുത്തന്മാരായിട്ടുള്ള നേതാക്കന്മാരുണ്ടാകുന്നല്ലോ അതിൻ്റെ അർത്ഥം. പ്രതിപക്ഷവും ഭരണപക്ഷം തമ്മിൽ അംഗബലത്തിൽ വലിയ വ്യത്യാസമില്ലായിരിക്കുക. കരുത്തന്മാരായുള്ള നേതാക്കന്മാർ പ്രതിപക്ഷത്തുണ്ടാകും. അങ്ങേക്ക് പ്രിയങ്കരനായിട്ടുള്ള KS ശബരിനാഥൻ, SP ദീപകിനെ പോലെയുള്ള വ്യക്തിപരമായിട്ട് താങ്കളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമ്മൾ തമ്മിലുള്ളതുപോലെ അതിനെന്താ നമ്മൾ കുറവ് വരുന്നത്? മനുഷ്യർ തമ്മിൽ പരമാവധി സ്നേഹിക്കുക, സംസാരിക്കുക, ഇടപെടുക. ആശയപരമായി നമ്മൾ വിയോജിപ്പുള്ളവരുമായിട്ട് ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കാനും ബന്ധപ്പെടുവാനും കഴിയുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ കരുത്തുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ, പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഒക്കെ തന്നെ വരുന്നതിന് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തിരുവനന്തപുരത്ത് ഒരു സിഗ്നേച്ചർ പതിപ്പിക്കേണ്ട ഒരു ചുമതലയിലേക്കാണ് അങ്ങ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തൊക്കെ വികസന പദ്ധതികളായിരിക്കും ഒരു പ്രാഥമിക തലത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കാൻ പോകുന്നത്? തിരുവനന്തപുരത്തിൻ്റെ അങ്ങനെ 1-2 വാക്കുകൾ നമുക്ക് ഒതുക്കാൻ സാധിക്കില്ല. ഏത് മേഖലയിലാണ് വികസന പദ്ധതി ഇല്ലാതെ? ഞാനിപ്പം പല കാര്യങ്ങളും പറഞ്ഞ് ആവർത്തിക്കില്ല. ഇപ്പോൾ കായിക മേഖലയിൽ നമ്മുടെ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ്. പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ല, അവർക്ക് ജേഴ്സി ഇല്ല, ബൂട്ടില്ല, ബോളില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കൃത്യമുള്ള കെയർ കിട്ടാറില്ല. ഇത് കൊടുത്ത് നല്ല കായിക താരങ്ങളെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും. അങ്ങനെ സമസ്ത മേഖലയിലും കോർപ്പറേഷൻ ഇടപെടാൻ സാധിക്കും, മുന്നേറാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള സമയം വെച്ചുകൊണ്ട്, നമ്മുടെ റിസോഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ ഇഫക്റ്റീവായിട്ട് ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അതിനു മുൻപ് അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ അതൊരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന, അത് വ്യത്യസ്ത മേഖലകളിലാണ്. അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വം കൂടി അങ്ങേക്കുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഞങ്ങളത് ചെയ്യാമെന്ന് ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ചെയ്തോളൂ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി ഉത്തരവാദിത്തം ഞങ്ങളതാണ്.
ഇനിയും ഞങ്ങളിപ്പോൾ ഇലക്ഷൻ സമയത്ത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുണ്ട്, 2015, 2020, 2025 തന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളത് പരിഹരിക്കാം, ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് ഞങ്ങളിലുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾ പറയുന്നു ശരി നിങ്ങൾക്ക് പരിഹരിക്കാൻ ഒരു അവസരം തന്നിരിക്കും. ഇനി ഉത്തരവാദിത്തം ഞങ്ങളുടേതാണ്, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. വിനയപുരസം ഏറ്റെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളത് പരിഹരിക്കാൻ നോക്കുകയാണ്. മാലിന്യ പ്രശ്നങ്ങൾ, ഈ തെരുവ് നായകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, നികുതി കൃത്യസമയത്ത് കോർപ്പറേഷൻ പിരിച്ചെടുക്കാത്ത പ്രശ്നങ്ങൾ, ഡിജിറ്റൽ കോർപ്പറേഷനിലേക്ക് കോർപ്പറേഷനെ മാറ്റിയെടുക്കേണ്ട അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർവഹിക്കേണ്ടി വരുമെന്നുള്ളത് ഒരു വെല്ലുവിളിയാണല്ലേ? തീർച്ചയായിട്ടും അതൊരു അവസരമാക്കി മാറ്റുവാണല്ലോ. വെല്ലുവിളി എന്നുള്ളതിന് ഒരു അവസരമാക്കി മാറ്റുവാനുള്ള ഒരു പരിശീലനമാണ് ഞങ്ങൾ നേടിയിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും പരിഹരിക്കുവാൻ വേണ്ടി ഓരോ മെക്കാനിസം ഉണ്ട്, അതെങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കും. മേയറായി ചുമതലയേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫോൺ കോൾ PMO ഓഫീസിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടോ? അല്ല, PMOയിൽ നിന്നും കോൾ വന്നിട്ടില്ല. പക്ഷേ സംസ്ഥാന അധ്യക്ഷനെ PM നേരിട്ട് വിളിച്ചിട്ട് വിജയത്തിൽ വളരെ വലിയൊരു അഭിനന്ദനം നൽകി. ആ അഭിനന്ദനം തന്നെ ഞങ്ങൾക്കെല്ലാം കൂടി ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും PM വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ PM വരുന്നുണ്ടെങ്കിൽ എന്നാണ്. ഒരു 45 ദിവസത്തിനുള്ളിൽ PM വരുമെന്നുള്ളതാണ് കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വികസന പത്രിക ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ പണിപ്പുരയിലാണോ? തീർച്ചയായിട്ടും അതിൻ്റെ ചർച്ചയിലാണ്, അതിൻ്റെ ആലോചനയിലാണ്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുൻകൈ എടുത്താണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. PMOയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോർഡിനേറ്റ് അദ്ദേഹമാണ്. നമുക്ക് ഈ വ്യത്യസ്ത മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ടൂറിസം ആണെങ്കിലും സ്പിരിച്വൽ ടൂറിസം ആണെങ്കിലും അങ്ങനെ ക്ഷേത്ര നഗരി കൂടിയാണ് തിരുവനന്തപുരം. അപ്പം അതിൻ്റെ അനന്ത സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. R. ശ്രീലേഖ മേയർ സ്ഥാനത്തേക്ക് വരുമെന്നുള്ളതായിരുന്നു അവസാന നിമിഷം വരെയും കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അതുണ്ടായില്ല. അങ്ങേ മേയറാക്കി തീരുമാനമെടുക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങ് എപ്പോഴാണ് ഈ വിവരത്തെക്കുറിച്ച് അറിയുന്നത്? അതായത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് വൈകുന്നേരം 4 മണിക്കാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജി ഈ വിവരം അറിയിച്ചത്. അന്ന് ഉച്ചയ്ക്ക് ഒരു 12-1 മണിയോടുകൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ എന്നെ വിളിച്ച് ഇത്തരത്തിലുള്ള തീരുമാനം ഡൽഹിയിൽ എടുത്തിട്ടുണ്ട്, അതിന് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് കാണണം എന്ന് പറഞ്ഞു. സമരരംഗത്തുണ്ടായിരുന്ന ആവേശവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി കാലത്തുണ്ടായിരുന്ന ഒരു ഊർജ്ജവും ഒക്കെയാണോ ഈ ഒരു പദവിയിലേക്ക് വരാൻ സഹായകമായത്, പ്രത്യേകിച്ച് സംഘടനാപരമായിട്ട് കൂടി? അല്ല, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചുമതല നൽകുമ്പോഴും ഒരു ചുമതലയിൽ നിന്നും മാറ്റി വേറൊരു ഘട്ടത്തിലേക്ക് മാറ്റുമ്പോഴും എല്ലാ ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്യും. അത് 1-2 പേരൊന്നുമല്ല, 1-2 ഘടകങ്ങളിലല്ല. അത് നിങ്ങൾ അടിവരയിട്ട് ഞാൻ പറയുന്നു, 1-2. പ്രത്യേകിച്ച് നമുക്കറിയാം, കാരണം ഞാൻ പഠിച്ച അതേ കലാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. വ്യത്യസ്ത കാലഘട്ടത്തിൽ മാർവേനസ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി അങ്ങനെ ഒരു അനുഭവം കൂടി രാഷ്ട്രീയപരമായിട്ട് കൂടി ഉണ്ട്. ഞാൻ പറയുന്നത് ഞങ്ങളുടെ സംഘടനയിൽ പല പല ഘടകങ്ങളിൽ 1-2 അല്ല, അതിൽ കൂടുതൽ വ്യക്തികൾ, 4-5 അതിൽ കൂടുതലോ വ്യക്തികൾ ചർച്ച ചെയ്താണ് ഓരോ വ്യക്തികളെയും ഓരോ സ്ഥാനത്തേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഓരോ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും ഒക്കെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ മനസ്സിലുള്ള ഭാവി കാഴ്ചപ്പാടുകൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? തിരുവനന്തപുരത്തെ ജനങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസങ്ങൾ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് 101 കൗൺസിലർമാരിലും അതാത് വാർഡിലെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമുണ്ട്. BJP ഫീൽഡിൽ നിന്നാണ് നമുക്ക് ആ വികസനം വരേണ്ടത്. തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞത്, 50 കൗൺസിലർമാരാണ്, 100 പേർ, ഇനി ഒരാളൂടെ വരും. 101 പേരിലും അവിടുത്തെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിന് ലീഡർഷിപ്പ് കൊടുക്കുക, അതിനെയൊക്കെ തന്നെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. ഈ അടിസ്ഥാന സൗകര്യ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ നിന്ന് മാറി ഒരുപാട് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും അതൊക്കെ കൃത്യമായി സമയബന്ധമായി നടപ്പിലാക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേ, ഞാനിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 24 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളും സാധ്യതകളുമൊക്കെയാണ് പലരും നമ്മളെ അറിയിക്കുന്നത്. അതായത് ഓരോ ഫീൽഡിലും എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ അവരവരുടെ മേഖലയിൽ, ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് നിരവധി ചലച്ചിത്ര സംവിധായകന്മാരും നടന്മാരും നടിമാരും ഒക്കെ എന്നെ വിളിച്ചിരുന്നു. എന്നെ മാത്രമല്ല പലരെയും വിളിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഇങ്ങനെയുള്ള ചില സാധ്യതകളെന്ന് പറയുമ്പോഴാണ് നമ്മൾ അങ്ങനെയും ചില സാധ്യതകൾ ഉണ്ടല്ലോ എന്ന് അറിയുന്നത്. പക്ഷേ ഇത്രയും എലോബറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എല്ലാം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക, അതൊക്കെ തന്നെ പുതിയതായിരിക്കും. നേരത്തെ ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. അങ്ങയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം മറ്റൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ അവർ പെട്ടെന്ന് വേദി വിടുന്നത് ഒരു ചർച്ചയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കഴിഞ്ഞ ദിവസം അവരെ പോയി കണ്ടു എന്ന് അറിയാൻ കഴിഞ്ഞു.
അപ്പോൾ എന്താണ് പറഞ്ഞത്? അല്ല, സന്തോഷപൂർവ്വമാണോ സ്വീകരിച്ചത്? സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണ്ടേ? ഞാൻ തന്നെ എത്രയോ ദിവസം കൗൺസിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് അതും പാർട്ടി മീറ്റിങ്ങുകളും സ്വകാര്യ ചടങ്ങുകളിൽ പോയിട്ടുണ്ട്. അല്ല, അത് അതൃപ്തിയുടെ ഒരു ഞാൻ കാര്യമൊന്നും അല്ല. ചോദിക്കട്ടെ, അതിനെന്തിനാ അങ്ങനെ പോസിറ്റീവായിട്ടില്ലേ കാണേണ്ട? ഒരു സ്വകാര്യ ചടങ്ങ് ഒഴിവാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഷമ അസ്വസ്ഥത. ഇന്നലെ കൗൺസിൽ വോട്ട് ചെയ്തതിന് ശേഷം ഞാൻ എത്രയോ മണിക്കൂറുകൾ മറ്റുള്ള കാര്യങ്ങളും ഫോൺ കോളുമായിട്ട് അപ്പുറം ഇപ്പുറം മാറിയുന്നത് അതെൻ്റെ അതൃപ്തി കൊണ്ടാണോ? ആശാനാഥിന് വോട്ട് ചെയ്തതിന് ശേഷം ഞാൻ കൂടുതൽ ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി റൂമിലായിരുന്നു. കൗണ്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഡയസിലേക്ക് വന്നത്. അത് അതൃപ്തി കൊണ്ടല്ലോ. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ശ്രീലയ ചേച്ചിയെ കണ്ടു, ഹസ്ബൻഡിനെ കണ്ടു, ആശാനാഥൻ ഡെപ്യൂട്ടി മേയറും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അനുഗ്രഹം തേടി. ഇന്നലെ രാവിലെ ഞങ്ങൾ രാജഗോപാൽജിയെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായ നിരവധി പേരുടെ വീടുകളിൽ പോയി അവരെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനി ബലിദാനികളുടെയും ഈ ജയിലിൽ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് കിടക്കുന്നവരുടെയൊക്കെ വീടുകളിൽ പോയി കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിലുള്ള സാഹിത്യകാരന്മാർ, മുൻ ഭരണാധികാരികൾ, ഇപ്പോഴുള്ള ഭരണാധികാരികൾ, അവരൊക്കെ കാണുന്നൊരു പ്രോസസ്സുണ്ട്. അത് ചിലപ്പോൾ 1-2 മാസം നീണ്ടു നിൽക്കും. അതിന് അങ്ങനെ ഒരു പോസിറ്റീവ് സ്പിരിറ്റ് കണ്ടാൽ മതി. ശ്രീലേഖയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവരെ മാറ്റി നിർത്തിയത്, ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത് വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണോ? പാർട്ടിക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളിലും പങ്കെടുക്കേണ്ട ആളല്ല ഞാൻ. അസംബ്ലി സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ചർച്ചകളിലും പങ്കെടുക്കേണ്ട ആളല്ല ഞാൻ. മാത്രവുമല്ല, അങ്ങനെയുള്ള ചർച്ചകൾ ഞാൻ ഇരുന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായി ലോക്സഭയിൽ സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് BJP അക്കൗണ്ട് തുറന്നു. ഇനി അടുത്ത് ലക്ഷ്യമിടുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണല്ലേ? അങ്ങനെയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതിയോ സന്യാസിമാരുടെ സംഘടനയൊന്നും അല്ലല്ലോ. ഞങ്ങളുടെ ലക്ഷ്യം നാട് ഭരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സീറ്റ് വേണം, ഭൂരിപക്ഷ സീറ്റ് വേണം. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 51+ എന്നുള്ളതായിരുന്നു കെ മുരളീധരൻ്റെ അവകാശവാദം. എവിടത്തെ? തിരുവനന്തപുരത്ത്. അപ്പോൾ എന്താണ് സാഹചര്യം, എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ BJP മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ മത്സരിക്കുകയാണെന്നൊന്നുമില്ല. കെട്ടിവെച്ച കാശ് കിട്ടാത്തപ്പോഴും ഞങ്ങൾ മത്സരിച്ചിട്ടില്ലേ? അല്ല, സീറ്റിൻ്റെ എണ്ണം സംസ്ഥാന രാഷ്ട്രീയം എന്നും പറയുന്നത് സംസ്ഥാന നേതൃത്വം, സംസ്ഥാന പ്രസിഡൻ്റൊക്കെ തന്നെ പറയും. പൂർണ്ണമായും അഴിമതി തുടച്ചു നീക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണവും അതിൻ്റെ കാഴ്ചപ്പാടുമൊക്കെയാണ് BJPക്കുള്ളത് എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അഴിമതി ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാണിച്ചാൽ പോലും കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും പറയുന്നു. ആ നിലപാട് അതിൽ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ലാതെ, 1 ഇഞ്ച് പോലും വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകും BJP എന്ന് വിശ്വസിക്കാമോ? അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. 0 ടോളറൻസ് ആണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. നരേന്ദ്രമോദി കഴിഞ്ഞ 11 വർഷമായിട്ടും അതിനുമുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ അതേ പ്ലാനായിരിക്കും അഴിമതിയുടെ കാര്യത്തിൽ. ജനങ്ങളുടെ പണം കട്ടെടുക്കാൻ വേണ്ടി ഒരാളിനെ അനുവദിക്കില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നടത്തുന്ന മരാമത്ത് പണികളൊക്കെ തന്നെ എന്താണോ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ക്വാളിറ്റി, ആ ക്വാളിറ്റി ഇന്ന് രാവിലെ ചില കോൺട്രാക്ടർമാർ എന്നെ കാണാൻ വന്നിരുന്നു, ഇന്നലെയും വന്നിരുന്നു. അവരോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, വർക്കിൻ്റെ ക്വാളിറ്റിയോട് കോംപ്രമൈസ്. ഇപ്പം 5 വർഷം നിലനിൽക്കേണ്ട റോഡ് 5 വർഷം നിലനിൽക്കണം. 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ റോഡ് ടാർ ചെയ്യേണ്ടി വന്നു നടക്കില്ല. അതിൽ നിയമപരമായിട്ടുള്ള ഇടപെടലുണ്ടാകും. അനധികൃത നിയമനങ്ങളുടെ പേരിൽ വലിയ പഴി കേൾക്കേണ്ടി വന്ന കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് നമുക്കറിയാം. അങ്ങൊക്കെ വലിയ ശക്തമായിട്ടുള്ള സമരമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതാണ്, സജീവമായി തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിയമനങ്ങളൊന്നും തന്നെ അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെ. അനധികൃതമായ നിയമനങ്ങൾ നടത്താൻ പാടില്ല, അത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പിന്നെ ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതലോ സ്റ്റാഫ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അതൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അനധികൃത നിയമനം ആരെങ്കിലും നടത്തിയാലേ പ്രശ്നം വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ആ കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ സജീവമാക്കി കൊണ്ട് നടന്ന ആളാണ് ഹരി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തന്നെ പല സമരപരിപാടികൾക്കും നമ്മൾ വരുമ്പോൾ നമ്മുടെ ബൈറ്റുകളിലടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിക്തഫലങ്ങൾ ഇപ്പോഴും ഇവിടെ തളം കെട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് തൊട്ട് മുൻപൊരാൾ പരാതിയുമായി വന്നപ്പോഴൊക്കെ തന്നെയും അതിൻ്റെ ഒരു ദൃഷ്ടാന്തം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ അത് പൂർണ്ണമായും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് നോക്കും. അതാണോ പറയാൻ? പരാതികൾ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മുൻപിൽ ജനങ്ങൾ ഏതൊരാവശ്യവുമായി വന്നാലും അതിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും, നിയമത്തിനകത്തു നിന്നുകൊണ്ട് എങ്ങനെ ഇടപെടാൻ സാധിക്കും, എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. വരുന്ന വ്യക്തിയുടെ രാഷ്ട്രീയമോ അവരുടെ കാഴ്ചപ്പാടൊന്നും അല്ല പ്രശ്നം. ഈ വിഷയത്തിൻ്റെ ജെന്യൂനെസ് നോക്കിയിട്ട് ഇടപെടാൻ സാധിക്കുന്നതിൽ തീർച്ചയായും അത് സമയബന്ധം എത്രയും പെട്ടെന്ന് വെച്ച് താമസിപ്പിക്കില്ല, എത്രയും പെട്ടെന്ന് ഇടപെടും. ഈ വയോജനങ്ങൾക്കുള്ള വയോമിത്രം പദ്ധതിയിലാണ് ആദ്യം അങ്ങ് മേയറായ ശേഷം ഒപ്പുവെച്ചത്.
അപ്പോൾ വയോജനങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ മാത്രമേ ഒരു നാട് മുമ്പോട്ട് പോകും. സാറ് ഒരു നിരവധി ഇപ്പോൾ ഒരു വ്യക്തിക്ക് ജന്മം നൽകുന്ന അച്ഛനും അമ്മയും 65-70 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരെ നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ അവരെയൊക്കെ മുന്നിരുന്ന ഭരണസമിതികൾ അത്ര കണ്ട് സഹായിച്ചിട്ടുണ്ടോ സംരക്ഷിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അങ്ങ് തന്നെ ഉയർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. അല്ല, ആ സാഹചര്യത്തിൽ ശ്രദ്ധയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇന്നലെ ഒപ്പിട്ട ഫയൽ കഴിഞ്ഞ കൗൺസിൽ എടുത്ത തീരുമാനമാണ്. മുൻ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ തുടർച്ചയായിട്ട് 50 ലക്ഷം രൂപ കൂടി ഞങ്ങൾ ഇന്നലെ അനുവദിച്ചു. അതാണ് ചെയ്തത്. അത് ഇന്നലെ ഞങ്ങൾ വന്നതിന് ശേഷം എടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയല്ല, നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയാണ്. അതിൽ 50 ലക്ഷം രൂപ കൂടി 65 വാർഡുകൾക്ക്, അല്ല 50 ലക്ഷം രൂപ കൂടി അതിൽ 55 വാർഡുകൾക്ക് വേണ്ടി ഇന്നലെ അനുവദിച്ചു. ഡിജിറ്റൽ കോർപ്പറേഷൻ എന്നുള്ള ആശയം പൂർണ്ണമായും ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ അത് ഓൺലൈൻ സേവനത്തിലേക്ക് മാറുന്ന ഒരു ഘട്ടമുണ്ടാകുമോ അങ്ങയുടെ കാലയളവിൽ? അത് ഞങ്ങൾ അങ്ങനെ പൂർണ്ണമായിട്ടും ട്രാൻസാക്ഷൻ എല്ലാം ഓൺലൈനിലാക്കുവാനുള്ള ഒരു തീരുമാനം ഞങ്ങൾ പാർട്ടി തലത്തിൽ എടുത്തിട്ടുണ്ട്. അത് ഏത് തരത്തിൽ നിലവിലുള്ള സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ജനങ്ങളും കൂടി അതിനനുസരിച്ചിട്ട് അവരെയും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്ത് കറപ്ഷൻ്റെ കാര്യത്തിൽ 0 ലെവലിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു തീരുമാനമുണ്ട്, ഒരു പരിശ്രമം നടത്തും ഞങ്ങൾ. അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് BJP പ്രതീക്ഷിക്കുന്നത്? തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ മാറ്റം ഏത് തരം BJP എല്ലായിടത്തും പ്രതീക്ഷിച്ച്, ഞങ്ങൾ ഭരിക്കുന്നിടത്തല്ലേ ഞങ്ങൾ പ്രതീക്ഷിച്ച് കാര്യമുള്ളൂ. മറ്റുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ പ്രതിപക്ഷത്തോ ചിലത്തിലുണ്ടാവുള്ളൂ. തിരുവനന്തപുരത്ത് BJP ഭരണപക്ഷത്തുള്ള അതാത് സ്ഥാപനങ്ങളിൽ അതാത് ജില്ലാ നേതൃത്വവും, പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാടുണ്ട്, തൃപ്പൂണിത്തറ നഗരസഭയിലുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ജനറലി പിന്തുടരുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, ദേശീയ നേതൃത്വം BJPയുടെ കാഴ്ചപ്പാടാണ്. ഞങ്ങൾ ജനറലി കാര്യങ്ങൾ പിന്തുടരുന്നത്. പിന്നെ ഓരോ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും അതാത് പ്രദേശത്തുള്ള ഭൂമിശാസ്ത്രപരമായ സാഹചര്യം, സാമൂഹ്യ ഘടന, ആ സ്ഥാപനത്തിലെ വരുമാനം, ഇതൊക്കെ അവിടുത്തെ ഇഷ്യൂസ്, ഇതൊക്കെ മുന്നിൽ നിർത്തി കൊണ്ടുപോകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കും. യഥാസമയം നികുതി പിരിച്ചെടുക്കുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നികുതി ചോർച്ച തടയാൻ വേണ്ടി സത്വര നടപടികൾ സ്വീകരിക്കും? തീർച്ചയായിട്ടും. ഞാനത് നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ പറയുന്നത്, സി ന്യൂസിലൂടെ ഒക്കെ പറയുന്നത്, ആരെങ്കിലും ഈ ചർച്ച കേൾക്കുന്നവർ ഇവിടെ നികുതി അടയ്ക്കാൻ വേണ്ടി ബാക്കിയുണ്ടെന്നുണ്ട് എത്രയും പെട്ടെന്ന് കൊണ്ട് അടയ്ക്കണം. കോർപ്പറേഷനിലെ വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ മറ്റു കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മാത്രമല്ല, കോർപ്പറേഷന് കിട്ടേണ്ട പണം സമയബദ്ധമായി കിട്ടിയേ പറ്റുള്ളൂ. അതിൽ ഒരു വളഞ്ഞ വഴി അനുവദിക്കുന്ന പ്രശ്നമേയില്ല. പരിശോധിച്ച് തന്നെ ആക്ഷൻ എടുക്കും. 50 സീറ്റുകൾ BJP കിട്ടി. കേവല ഭൂരിപക്ഷത്തോടുകൂടി സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടി 51 സീറ്റുകൾ നേടി ഇപ്പോൾ BJP സത്യപ്രതിജ്ഞ ചെയ്ത് മേയറായി അധികാരത്തിലേറിയിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും ഈ 101 വാർഡുകളിലും ഒരേ രീതിയിലുള്ള വികസനം കൊണ്ടുവരുന്നതിന് ഉള്ള ലക്ഷ്യം തന്നെയായിരിക്കും ഉള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൃത്യമായിട്ടുണ്ടാകും. അല്ല, അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമല്ലേ തിരുവനന്തപുരം മുന്നോട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ജയിക്കാത്ത 50 വികസന അനന്തപുരി, വികസിത അനന്തപുരി എന്നുള്ള ഒരു BJP ജയിക്കാത്ത 50 വാർഡുണ്ടല്ലോ. മാറാത്തത് മാറുമെന്ന് പറയുമ്പോൾ മാറാത്തത് മാറാത്ത ഞങ്ങൾ മാറ്റിയല്ലോ. അപ്പോൾ ഇനിയും മാറാത്ത പ്രശ്നങ്ങൾ, മാലിന്യം ഞങ്ങൾ മാറ്റും, തെരുവുനായ്ക്കളെ മാറ്റും. അതായത് BJP ജയിക്കാത്ത 50 വാർഡുകളെ കൂടി ചേർത്ത് പിടിച്ചാൽ മാത്രമല്ലേ, ഇപ്പോൾ സ്വതന്ത്രരെ ജയിച്ചാൽ അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ല, ചേർത്ത് പിടിച്ചാൽ മാത്രമല്ലേ തിരുവനന്തപുരം വികസിച്ചു നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് 50-ൽ നിന്ന് 70-ലേക്കോ 80-ലേക്കോ ആക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം താങ്കൾ തന്നെ ഇപ്പോൾ 80 എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇപ്പം തന്നെ സമൂഹത്തിലുണ്ടായ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏതായാലും വളരെ മനോഹരമാക്കി അങ്ങയുടെ 5 വർഷ കാലയളവ് മാറ്റാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ആശംസയുമാണ് നേരാനുള്ളത്. ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച്. മുഖാമുഖത്തിൻ്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.